നിയർ ടു മീ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് നിയർ ടു മീ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിയർ ടു മീ എ നിയർ ബൈ ക്ലാസിഫൈഡ്സ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ താങ്കൾക്ക് നിയർ ടു മീയുടെ ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. അതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ലോഗിൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് താങ്കളുടെ ഫോൺ നമ്പർ കൊടുക്കുക. തന്നെ 4 നമ്പറുള്ള ഒരു OTP ലഭിക്കുന്നതാണ്. ആ നമ്പർ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. നിയർ ടു മീ നമുക്ക് 2 തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒന്ന്, നിയർ ടു മീയിലൂടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. മറ്റൊന്ന്, രണ്ടാമതായി നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരസ്യം ചെയ്യുവാനും സാധിക്കും. നിയർ ടു മീ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം 2 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി താങ്കൾ ആദ്യമേ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് ലഭ്യമാകേണ്ടത് എന്ന് ക്ലിക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതിനുശേഷം എന്ത് ഉൽപ്പന്നമാണോ ആവശ്യമുള്ളത് അത് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് തിരയുവാനും അല്ലെങ്കിൽ വിഭാഗം സെലക്ട് ചെയ്ത് തിരയുവാനും സാധിക്കും. തിരയുന്ന ഉൽപ്പന്നത്തിൻ്റെ മുഴുവൻ പോസ്റ്റിങ്സും താങ്കൾക്ക് അപ്പോൾ കാണാൻ സാധിക്കും. മാത്രമല്ല, ഓരോ പോസ്റ്റിങ്ങിലും അത് എപ്പോൾ പോസ്റ്റ് ചെയ്തതാണെന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളതെന്നും വില എത്രയാണെന്നും എത്ര പേർ ആ ഉൽപ്പന്നം കണ്ടിട്ടുണ്ട് എന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നും താങ്കൾക്ക് ആവശ്യമായ ഉൽപ്പന്നം ക്ലിക്ക് ചെയ്താൽ അവയുടെ പടങ്ങളും ആരാണ് പോസ്റ്റ് ചെയ്തതെന്നും ആ ഉൽപ്പന്നത്തിൻ്റെ വിവരണവും മാപ്പിൽ ആ ഉൽപ്പന്നത്തിൻ്റെ ലൊക്കേഷൻ എവിടെ എന്നറിയാനുള്ള സൗകര്യമുണ്ട്. ഈ പ്രോഡക്റ്റ് പോസ്റ്റ് ചെയ്ത വ്യക്തി മറ്റെന്തെല്ലാം പോസ്റ്റിങ്സ് ഇട്ടിട്ടുണ്ട് എന്നതും അറിയാൻ സാധിക്കും. ഈ സെക്ഷനിൽ നിന്നു തന്നെ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് താങ്കൾക്ക് വാങ്ങിക്കുവാനാണെങ്കിൽ താങ്കൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ഒരിക്കൽ താങ്കൾ വാങ്ങിയ ഉൽപ്പന്നം പിന്നീട് വാങ്ങുന്നതിനായി ഈ സെല്ലറിനെ നമുക്ക് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് നിയർ ടു മീയിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വീട്ടുൽപ്പന്നങ്ങളും വീട്ടിൽ വിളയുന്ന കാർഷിക വിളകളും പരസ്യം ചെയ്യുവാൻ സാധിക്കും. അതിനായി ലോഗിൻ ചെയ്തതിന് ശേഷം ഹോം പേജിലുള്ള സെറ്റിംഗ്സിൽ പോകുക. എന്നിട്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് താങ്കളുടെ പേര്, അഡ്രസ്സ്, താങ്കൾ ഏതു തരത്തിലുള്ള സെല്ലറാണ് എന്ന് വ്യക്തമാക്കുക. സെല്ലർ ഓപ്ഷൻ എന്ന കാറ്റഗറിയിൽ നിന്നും താങ്കൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് താങ്കളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക. മാത്രമല്ല, താങ്കളുടെ സംരംഭത്തിൻ്റെ 3 പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇനി ഹോം പേജിൽ പോയി പോസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. താങ്കൾ പോസ്റ്റ് ചെയ്യുവാൻ പോകുന്നത് ഉൽപ്പന്നമാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുക. സേവനങ്ങളാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. തുടർന്ന് വിഭാഗം അല്ലെങ്കിൽ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം ഉൽപ്പന്നത്തിൻ്റെ പേര്, വില, വിവരണം, വിൽപ്പന തരം, എത്ര നാൾ പോസ്റ്റിംഗ് ഉണ്ടാവണം എന്നതുകൂടി കൊടുക്കുക. അതോടൊപ്പം ഉൽപ്പന്നത്തിൻ്റെ 3 പിക്ചേഴ്സ് കൂടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ താങ്കളുടെ ഉൽപ്പന്നം പോസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ഒരു മെസ്സേജ് വരുന്നതാണ്. ഈ പരസ്യം നിയർ ടു മീയുടെ അഡ്മിൻ ടീം അപ്രൂവ് ചെയ്യുന്ന പക്ഷം എല്ലാ ഉപഭോക്താക്കൾക്കും നിങ്ങളുടെ പോസ്റ്റിങ്സ് ലൈവായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, താങ്കൾ പരസ്യം ചെയ്ത ഏതെങ്കിലും ഉൽപ്പന്നം കസ്റ്റമേഴ്സിന് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോ ഇൻട്രസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പരസ്യം ചെയ്ത ഉൽപ്പന്നങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാൻ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ വഴി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഉൽപ്പന്നം താങ്കളുടെ കൈവശം ഇല്ലാത്ത പക്ഷം താങ്കൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാവുന്നതും തിരിച്ച് സ്റ്റോക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതുമാണ്. നിയർ ടു മീയെക്കുറിച്ച് താങ്കളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് ഷെയർ ചെയ്യുവാനായി താങ്കളുടെ ഉൽപ്പന്നത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ പേജിൽ നിന്നുള്ള ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നിയർ ടു മീയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.